ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് പിന്നാലെയാണ് രാജി. കൊറിയർ വഴി വിദ്യാർത്ഥികൾക്ക് മാരക ലഹരി വസ്തുക്കൾ അയക്കുന്ന സംഘം പോലീസ് പിടിയിൽ. നെടുപുഴ സ്വദേശി വിഷ്ണു, അസം സ്വദേശി പ്രജ്വൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ സുരക്ഷാ ക്യാമറകൾ കണ്ണടച്ചു. മേഖലയിലെ കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ കണ്ടെത്തുന്നത് പോലീസിന് വെല്ലുവിളിയായി മാറി. വെടിക്കെട്ട് നടത്തിപ്പ് ചട്ടങ്ങൾ കർശനമാക്കണമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ. സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചാൽ ഉത്സവ കമ്മിറ്റികൾക്കെതിരെയും നടപടി വേണമെന്ന് കമ്മീഷണർ ഹൈക്കോടതിയിൽ. സംസ്ഥാന പോലീസിൽ വൻ അഴിച്ചുപണി. സംസ്ഥാനത്തെ 161 ഡിവൈഎസ്പിമാരെ സ്ഥലം മാറ്റി. തൃശൂർ സിറ്റി ACP ആയി TR രാജേഷ് ചുമതലയേൽക്കും. വാർത്തകൾ വിശദമായി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കോക്രോച്ച് ജനതാ പാർട്ടിയും പ്രതിപക്ഷവും സമരം കൂടുതൽ ശക്തമാക്കിയതിന് പിന്നാലെയാണ് രാജി. സമരക്കാരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. എന്നാൽ പ്രധാൻ രാജിവെക്കേണ്ടതില്ല എന്നതായിരുന്നു BJPയുടെ ആദ്യ നിലപാട്. എന്നാൽ പ്രധാൻ രാജിവെക്കാതെ പിന്നോട്ടില്ലെന്നും സമരക്കാരും വ്യക്തമാക്കി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്ന് രാജ്യവ്യാപക പ്രതിഷേധത്തിന് CJP ആഹ്വാനം ചെയ്തിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ ഡൽഹി സമരക്കാരെ കൊണ്ട് നിറയുമെന്നായിരുന്നു മുന്നറിയിപ്പ്. ഇതോടെയാണ് കേന്ദ്ര സർക്കാർ വഴങ്ങിയത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന 3 മാസം പ്രായമുള്ള കൂട്ടായ്മയ്ക്ക് മുന്നിലാണ് കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിയത്. രാജ്യത്തെ പ്രതിപക്ഷവും അവസരത്തിനൊത്ത് ഉയർന്നതോടെ 3ാം മോദി സർക്കാരിന് കനത്ത ആഘാതമേൽപ്പിക്കാൻ കഴിഞ്ഞു. രാജ്യത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പാറ്റകളോട് ഉപമിച്ചെന്ന ഒരു പ്രചരണത്തിന് പിന്നാലെയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പിറവി. സമൂഹ മാധ്യമങ്ങളിലൂടെ പടർന്നുകയറിയ പാറ്റകൾക്ക് കരുത്തു പകർന്നത് അഭിജിത് ദീപ്കെ എന്ന നേതാവ്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുകളും രാജ്യത്തെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധാഗ്നിയെ ഊതിപ്പിടിപ്പിച്ചപ്പോൾ CJP തെരുവിലിറങ്ങി. പരീക്ഷാ ക്രമക്കേടിൽ നിരാശയിലായ ചില വിദ്യാർത്ഥികൾ ജീവനൊടുക്കുകകൂടി ചെയ്തതോടെ രാജ്യമെങ്ങും പ്രതിഷേധ തീയാളി. ഡൽഹി ജന്തർ മന്ദിറിൽ സമരവേലിയേറ്റങ്ങൾ അലയടിച്ചു. പൗരാവകാശ പ്രവർത്തകൻ സോനം വാങ്ചുങ്ങിന്റെ നിരാഹാര സമരത്തോടെ പ്രക്ഷോഭം വഴിത്തിരിവിലെത്തി. ആദ്യം കോൺഗ്രസ് മടിച്ചു നിന്നെങ്കിലും ഒടുവിൽ MP മാരെ കൂട്ടി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് സമരവുമായി എത്തിയതോടെ കേന്ദ്ര സർക്കാർ ഞെട്ടി. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ ചോര പൊടിഞ്ഞതോടെ പാർലമെന്റിനകത്തും പുറത്തും സമരത്തീയാളി. പാറ്റകളുടെ സമരത്തിലേക്ക് വിദ്യാർത്ഥികളും യുവജനങ്ങളും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും ചലച്ചിത്ര താരങ്ങളുമൊക്കെ ഒഴുകി. ഇതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിശദീകരണവുമായി രംഗത്തെത്തി. എന്നാൽ അതൊന്നും രംഗം തണുപ്പിച്ചില്ല. ഒടുവിൽ 35 ദിവസങ്ങൾക്ക് ശേഷം ധർമ്മേന്ദ്ര പ്രധാന്റെ പടിയിറക്കത്തോടെ വിജയത്തിന്റെ കൊടിക്കൂറ ഉയർത്തിയിരിക്കുകയാണ് CJPയും രാജ്യത്തെ പ്രതിപക്ഷവും. ന്യൂസ് ഡെസ്ക് ACV. കൊറിയർ വഴി വിദ്യാർത്ഥികൾക്ക് മാരക ലഹരി വസ്തുക്കൾ അയക്കുന്ന സംഘം പോലീസ് പിടിയിൽ. ലഹരി വിൽപ്പന പ്രോട്ടീൻ പൗഡർ വിപണന കടയുടെ മറവിൽ. തൃശ്ശൂരിൽ പ്രോട്ടീൻ പൗഡർ വിൽക്കുന്ന സ്ഥാപനത്തിന്റെ മറവിൽ ലഹരി വസ്തുക്കൾ വിൽക്കുന്ന സംഭവത്തിലാണ് 2 പേർ പിടിയിലായിട്ടുള്ളത്. തൃശ്ശൂരിൽ നിന്ന് അയ്യന്തലിലേക്ക് പോകുമ്പോഴുള്ള റോഡിനരികിലുള്ള സ്ഥാപനമാണ് പ്രോട്ടീൻ മാൾ. ഈ പ്രോട്ടീൻ മാൾ സ്ഥാപന ഉടമ ജിം ഉടമയും ഫിറ്റ്നസ് ട്രെയിനറുമായ വിഷ്ണു, അതുപോലെ തന്നെ അസമുകാരനായ പ്രജ്വൽ. ഈ പ്രജ്വൽ കൊലക്കേസ് പ്രതി കൂടിയാണ്. ഈ വിഷ്ണു നെടുപുഴ സ്വദേശിയാണ്. ഈ 2 പേരാണ് പോലീസിന്റെ പിടിയിലായത്. കിഴക്കേക്കോട്ടയിലെ ഒരു കൊറിയർ സ്ഥാപനത്തിൽ നിന്ന് ഈ ലഹരി വസ്തുക്കൾ പിടികൂടിയത് 1/2 കിലോയ്ക്കടുത്ത് ഹൈബ്രിഡ് കഞ്ചാവും അതുപോലെ തന്നെ
തന്നെ MDMA വകഭേദമുള്ള രാസഗുളികയുമായിരുന്നു പോലീസ് പിടികൂടിയത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ വിവരം ലഭിച്ചപ്പോൾ പോലീസ് ഈ കൊറിയർ സ്ഥാപനത്തിൽ, കിഴക്കേക്കോട്ടയിലെ കൊറിയർ സ്ഥാപനത്തിലെത്തി പരിശോധന നടത്തുകയായിരുന്നു. തുണിത്തരങ്ങൾ വിൽക്കുന്നതിൻ്റെ മറവിലാണ്, തുണിത്തരങ്ങൾ അയക്കുന്നു എന്നതിൻ്റെ പേരിൽ വെസ്റ്റേൺ ടെക്സ്റ്റൈൽസ് എന്ന ഫ്രം അഡ്രസ്സിലാണ് ഇവിടെ നിന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചിരുന്നത്. 3 പാക്കറ്റുകളാണ് പിടികൂടിയത്. ഏറ്റവും ഒടുവിൽ പിടികൂടിയത് തിരുവനന്തപുരത്തേക്ക് അയച്ചിരുന്ന ഒരു പൊതിയാണ്. ഇത് തുറന്ന് പോലീസ് പരിശോധിച്ചപ്പോഴാണ് ഈ 1/2 കിലോ ഹൈബ്രിഡ് കഞ്ചാവും അതുപോലെ തന്നെ ഈ രാസഗുളികകളും പോലീസിനെ കണ്ടെത്താനായത്. ഈ വിഷ്ണു നേരത്തെ 4 തവണ ഇതുപോലെ ലഹരി വസ്തുക്കൾ പിടികൂടിയ സംഭവത്തിൽ പ്രതിയായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ പ്രോട്ടീൻ മാൾ തൃശ്ശൂരിൽ നിന്ന് അയ്യന്തോളിലേക്കുള്ള വഴിയിൽ, തൃശ്ശൂരിൽ നിന്ന് അയ്യന്തോളിലേക്കുള്ള പാതയിലുള്ള വിശാലമായ ഒരു സ്ഥാപനം തന്നെയാണ് ഇവിടെ നടത്തുന്നത്. ഇതിന് പിറകുവശത്തും സ്ഥലമുണ്ട്. ഇവിടെ നിന്നാണ് ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മുറി തന്നെയാണ്. ഇതിൻ്റെ പിറകിലാണ് ഈ കൊറിയർ അയച്ചിരുന്നത്. ഇവിടെ വെച്ച് കൊറിയർ പാക്ക് ചെയ്ത് അയക്കുകയായിരുന്നു സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്തേക്ക്, അത് വിദ്യാർത്ഥികൾക്കാണ്, ഹോസ്റ്റലിലേക്കാണ് അയച്ചിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായുള്ളതാണ്. ഇവിടെ നിന്ന് കൊറിയർ അയക്കുമ്പോൾ ഈ കൊറിയർ അയക്കുന്ന ഭാഗത്ത് ഇവിടെ സ്പ്രേ ബോട്ടിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഹൈബ്രിഡ് കഞ്ചാവാണ്, പ്രത്യേകിച്ച് കണ്ടെത്താതിരിക്കാനാവണം അല്ലെങ്കിൽ ഗന്ധം കിട്ടാതിരിക്കാനാവണം ഈ സ്പ്രേ ചെയ്ത് അയക്കുന്നതെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ വിഷ്ണുവിനെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഗ്രീഷ്മ, അതുപോലെ തന്നെ വരുൺ തുടങ്ങിയവരെല്ലാം വിഷ്ണുവിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരാൾ പിടിയിലായിട്ടുള്ളത് അസം സ്വദേശി പ്രജ്വലാണ്. പ്രജ്വലിനെയും ചോദ്യം ചെയ്യുന്നു. എന്തായാലും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള പോലീസിന്റെ പരിശോധന ഇത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറെ കേസുകളാണ് പിടികൂടുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിലേക്ക് രാസലഹരി വസ്തുക്കൾ, കഞ്ചാവും അതുപോലെ തന്നെ രാസഗുളികകളും എല്ലാം കടത്തുന്നതിൽ പോലീസ് അതീവ ജാഗ്രതയോടെ പരിശോധന നടത്തുകയും ഇപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഈ 2 പേർ പിടിയിലായിട്ടുള്ളത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ എവിടേക്കെല്ലാം അയക്കുന്നു, ഏതെല്ലാം വിദ്യാർത്ഥികൾക്കാണ് എത്തിക്കുന്നത്, ഏതെല്ലാം ഹോസ്റ്റലുകളിലേക്കാണ് അയക്കുന്നത് എന്നുള്ളതെല്ലാം പോലീസിനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് നമുക്കും അറിയാൻ സാധിക്കുന്നത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ സുരക്ഷാ ക്യാമറകൾ കണ്ണടച്ചു. ഇതോടെ മേഖലയിലെ കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ കണ്ടെത്തുന്നത് പോലീസിന് വെല്ലുവിളിയായി മാറി. നഗരത്തിലെ പൊതുയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ക്യാമറയും നിലവിൽ പ്രവർത്തിക്കുന്നില്ല. ഇത് നഗരത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ കണ്ടെത്തുന്നതിൽ പോലീസിന് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. നിലവിൽ പോലീസിന് ആശ്രയം സ്വകാര്യ സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും ക്യാമറകളാണ്. ഇതിനായി സ്ഥാപനങ്ങളിലും വീടുകളിലും കയറിയിറങ്ങിയ ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ട ഗതികേടിലാണ് പോലീസ്. മുൻ MLA KV അബ്ദുൽ ഖാദറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ക്യാമറകൾ സ്ഥാപിക്കുകയും പോലീസ് സ്റ്റേഷനിൽ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ക്യാമറകളെല്ലാം വർഷങ്ങളായി പ്രവർത്തനരഹിതമാണ്. കേന്ദ്ര സർക്കാരിന്റെ പ്രസാദ് പദ്ധതിയിൽ 1 കോടിയോളം രൂപ ചെലവഴിച്ച് ക്ഷേത്രത്തിന് ചുറ്റുഭാഗത്തും ക്യാമറകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും ഇതിൽ ഭൂരിഭാഗവും ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല. അടുത്ത കാലത്ത് 2 കൊലപാതകങ്ങളാണ് ഗുരുവായൂരിൽ നടന്നത്. ഇതുകൂടാതെ നിരവധി മോഷണങ്ങളും അടിപിടികളും വേറെയുമുണ്ട്. കൊലപാതക കേസുകളിൽ മരിച്ചവരും പ്രതികളും തെരുവിൽ കഴിഞ്ഞവരാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുറ്റവാളികൾ ഗുരുവായൂരിലെത്തി താവളമാക്കുന്ന സ്ഥിതിവിശേഷവുമുണ്ട്. സുരക്ഷാ ക്യാമറകൾ പുനഃസ്ഥാപിച്ചാൽ ഇത്തരക്കാരെ കണ്ടെത്താൻ എളുപ്പമാണ്. ക്യാമറകൾ പ്രവർത്തനക്ഷമമാക്കാൻ നഗരസഭ, ദേവസ്വം, സർക്കാർ എന്നിവരുടെ ഭാഗത്തുനിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി ഭക്തർക്ക് ഇനി മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട സൗകര്യപ്രദമായ സ്ലോട്ട് ബുക്ക് ചെയ്ത് ദർശനം നടത്തുന്നതിനുള്ള ഓൺലൈൻ ബുക്കിംഗ് സേവനം ആരംഭിച്ചു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ദർശനത്തിന് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്താൻ ഭരണസമിതി തീരുമാനിച്ചത്. ഓഗസ്റ്റ് 4 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. പരീക്ഷണാടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് നടപ്പിലാക്കുന്നത്. ദേവസ്വത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഇതിനായി ബുക്ക് ചെയ്യേണ്ടത്. ബുക്കിംഗ് നടത്തിയതിന്റെ പകർപ്പ് ഡൗൺലോഡ് ചെയ്തതും ആധാർ കാർഡുമായി ക്ഷേത്രനടയിലെത്തി സെക്യൂരിറ്റി ജീവനക്കാരെ കാണിക്കണം. ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ചെയ്തവർക്ക് പ്രത്യേക വരി സംവിധാനം ഉണ്ടായിരിക്കും. രാവിലെ 7 മുതൽ 10 വരെയും ഉച്ചയ്ക്ക് 12 മുതൽ 1 വരെയും വൈകിട്ട് 4 മുതൽ 5 വരെയുമാണ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തവർക്ക് ദർശന സമയം അനുവദിച്ചിരിക്കുന്നത്. ഓരോ മണിക്കൂറിലും 300 പേർക്കാണ് ദർശനം. ഓരോ സ്ലോട്ടിലും 6 പേർക്ക് വരെ ബുക്ക് ചെയ്യാം. ഈ സേവനം വഴി ദിവസവും 2400 പേർക്ക് ദർശനം നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. TCV ഗുരുവായൂർ. വെടിക്കെട്ട് നടത്തിപ്പിന്റെ ചട്ടങ്ങൾ കർശനമാക്കണമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയതോടെ തുടർ നടപടികൾ സംബന്ധിച്ച് ചർച്ചകൾ സജീവം. സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചാൽ ഉത്സവ കമ്മിറ്റികൾക്കെതിരെയും നടപടി വേണം എന്നതുൾപ്പെടെയുള്ള ശുപാർശകളാണ് റിപ്പോർട്ടിലുള്ളത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് നൽകിയത്. പടക്ക നിർമ്മാണശാലകൾക്ക് ലൈസൻസ് നൽകാനും പുതുക്കാനും
പോലീസ്, ജില്ലാ ഭരണകൂടം, അഗ്നിസുരക്ഷ, പെസോ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്നിവരുടെ സംയുക്ത പരിശോധന നിർബന്ധമാക്കണമെന്നാണ് ശുപാർശ. പരിശീലനം ലഭിച്ചവർക്ക് മാത്രമേ വെടിക്കെട്ട് ശാലകളിലേക്ക് പ്രവേശനം നൽകാവൂ. വൻകിട വെടിക്കെട്ടുകൾക്ക് അനുമതി നൽകുന്നതിന് മുൻപ് സ്ഥലം പരിശോധിച്ച് ജനക്കൂട്ടം, വീട്, ആശുപത്രി, സ്കൂൾ, ഇന്ധന പമ്പുകൾ എന്നിവയുടെ അകലം ഉൾപ്പെടെ വിലയിരുത്തണം. വെടിക്കെട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് പ്രത്യേക പരിശീലനവും സർട്ടിഫിക്കറ്റും നിർബന്ധമാക്കണം. ജോലിഭാരം കുറയ്ക്കാൻ പ്രവൃത്തി സമയത്തിൽ നിയന്ത്രണം വേണം. ഉത്സവ സീസണുകളിൽ അനധികൃത നിർമ്മാണവും സംഭരണവും കണ്ടെത്താൻ പ്രത്യേക പരിശോധനകൾ നടത്തണം. നിയമലംഘനങ്ങൾക്കുള്ള പിഴ വർദ്ധിപ്പിക്കണമെന്നാണ് മറ്റൊരു ശുപാർശ. ഉത്സവ കമ്മിറ്റികളുടെ ഉത്തരവാദിത്വങ്ങൾ സംബന്ധിച്ചും റിപ്പോർട്ടിൽ നിർദ്ദേശങ്ങളുണ്ട്. അമിത അളവിൽ വെടിക്കെട്ട് സാമഗ്രികൾ ആവശ്യപ്പെട്ടാൽ കമ്മിറ്റികൾക്കെതിരെ നടപടിയെടുക്കണം. അപകടം സംഭവിച്ച് മരണമുണ്ടായാൽ അശ്രദ്ധ മൂലമുള്ള മരണത്തിന് ക്രിമിനൽ കേസെടുക്കണം. വെടിക്കെട്ട് നിർമ്മാണശാലകളിലേക്കുള്ള വഴികൾ വലിയ അഗ്നിശമന വാഹനങ്ങൾക്ക് കടന്നു ചെല്ലാൻ പാകത്തിൽ വീതിയുള്ളതായിരിക്കണം. വെടിക്കെട്ട് സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാനും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് TCV. സംസ്ഥാന പോലീസിൽ വൻ അഴിച്ചുപണി. സംസ്ഥാനത്തൊട്ടാകെയുള്ള 161 ഡിവൈഎസ്പിമാർക്കാണ് പുതിയ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം സ്ഥലം മാറ്റം ലഭിച്ചിരിക്കുന്നത്. നിലവിലെ സർക്കാർ അധികാരമേറ്റ ശേഷം ഉയർന്ന IPS തലങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നുവെങ്കിലും ഡിവൈഎസ്പി തലത്തിൽ ഇത്രയും വലിയൊരു അഴിച്ചുപണി നടക്കുന്നത് ആദ്യമായാണ്. TR രാജേഷിനെ തൃശൂർ ACP-ആയും KG സുരേഷിനെ ഗുരുവായൂർ ACP-ആയും സാജു K എബ്രഹാമിനെ കുന്നംകുളം ACP-ആയും KV ബെന്നിയെ ഒല്ലൂർ ACP-ആയും MK ഷാജിയെ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയായും J കുര്യാക്കോസിനെ ചാലക്കുടി ഡിവൈഎസ്പിയായും കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയായി R രതീഷ് കുമാറിനെയും നിയമിച്ചു. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥി സർവകലാശാലയിലെ കുളത്തിൽ വീണു മരിച്ചു. കർണാടക സ്വദേശി 25 വയസ്സുള്ള കിഷോർ കുമാർ ഗൌഡയാണ് മരിച്ചത്. ഇന്നലെ രാത്രി 1 മണിക്കാണ് സംഭവം. മരണപ്പെട്ട കിഷോർ കുമാർ ഗൌഡ യൂണിവേഴ്സിറ്റിയിലെ PhD വിദ്യാർത്ഥിയാണ്. യൂണിവേഴ്സിറ്റിക്കുള്ളിൽ പൈനാപ്പിൾ തോട്ടത്തിന് സമീപമുള്ള കുളത്തിലാണ് കാൽ വഴുതി വീണ് മുങ്ങി മരിച്ചത്. യൂണിവേഴ്സിറ്റിക്കുള്ളിലെ ഹോസ്റ്റലിൽ നിന്നും സുഹൃത്തിനോടൊപ്പം ഡ്രാഗൺ ഫ്രൂട്ട് പറിക്കുന്നതിനായി പോയ സമയത്താണ് അബദ്ധത്തിൽ കാൽ വഴുതി കുളത്തിലേക്ക് വീണത്. കോടശ്ശേരി കുറ്റിച്ചിറയിൽ 4 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. പുളിക്കൽ വീട്ടിൽ രാഖി, ദേവർഷ്, കൂനപ്പള്ളി മല്ലിക, മോതിരക്കണ്ണി സ്വദേശി മറിയാമ എന്നിവരെയാണ് തെരുവുനായ ആക്രമിച്ചത്. ആളുകളെ കടിച്ച നായ ചത്ത നിലയിൽ കണ്ടെത്തി. ഇതേ തുടർന്ന് 13-ാം വാർഡിലെ എല്ലാ വീടുകളിലെയും വളർത്തുനായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവെപ്പ് നടത്തി. കാഞ്ഞാണി ജംഗ്ഷനിൽ കാറും വാനും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന പൊന്നാനി സ്വദേശികളായ 2 പേർക്കും മിൽക്ക് വാൻ ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെയാണ് അപകടം. ഏനമാവ് ഭാഗത്തു നിന്ന് വന്ന കാർ വാടാനപ്പള്ളി ഭാഗത്തു നിന്നും പാലുമായി വന്ന വാനുമായാണ് കൂട്ടിയിടിച്ചത്. കഴിഞ്ഞ 3 മാസത്തിനകം 10-ലധികം വാഹന അപകടങ്ങളാണ് ഇവിടെ നടന്നത്. കാഞ്ഞാണി ജംഗ്ഷനിൽ മുന്നറിയിപ്പ് ബോർഡ് ഇല്ലാത്തതാണ് അപകടത്തിന് കാരണമാകുന്നതെന്നാണ് ആക്ഷേപം. അപകടങ്ങൾ പെരുകിയതോടെ ആഴ്ചകൾക്ക് മുൻപ് മണലൂർ പഞ്ചായത്ത് മുൻകൈയെടുത്ത് പോലീസ്, പൊതുമരാമത്ത് വകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ സംയുക്ത യോഗം ചേർന്നെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. പ്രശ്നത്തിൽ MLA ഇടപെട്ട് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഗുരുവായൂരിൽ ഗതാഗത തടസ്സവും കാൽനടയാത്രക്കാരുടെ സുരക്ഷാ ഭീഷണിയും സൃഷ്ടിച്ച അനധികൃത ഓട്ടോറിക്ഷ സ്റ്റാൻഡിനെതിരെ ടെമ്പിൾ പോലീസ് നടപടികൾ സ്വീകരിച്ചു. പന്തായിൽ ക്ഷേത്രത്തിന് മുന്നിലാണ് അനുമതിയില്ലാതെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. അപകടകരമായ വിധത്തിൽ പാർക്ക് ചെയ്തിരുന്ന 2 ഓട്ടോറിക്ഷകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗതാഗതക്കുരുക്കിനും കാൽനടക്കാർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലായിരുന്നു ഈ ഭാഗത്തെ അനധികൃത പാർക്കിംഗ്. ഇതിനെതിരെ വ്യാപക പരാതി ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി കർശനമാക്കിയത്. 10ഓളം ഓട്ടോറിക്ഷകളിൽ നിന്ന് പോലീസ് പിഴ ഈടാക്കിയിട്ടുണ്ട്. പരിശോധന തുടരുമെന്നും നിയമലംഘനം നടത്തുന്ന ഓട്ടോറിക്ഷകൾ പിടിച്ചെടുത്ത് കോടതിയിൽ ഹാജരാക്കുമെന്നും ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷൻ SHO വിനോദ് വലിയാട്ടൂർ അറിയിച്ചു. ഒരിടവേള. French Dairy Pistachio Kunafa Bar. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം.
അന്തിക്കാട് കല്ലിടവഴിയിലെ രണ്ടാം കൾവെട്ടറിനോട് ചേർന്ന് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് പതിവാകുന്നു. ഓരോ തവണയും പൈപ്പ് പൊട്ടുമ്പോൾ കരാറുകാരന്റെ ജോലിക്കാരെത്തി അറ്റകുറ്റപ്പണി നടത്തുമെങ്കിലും വീണ്ടും സമാനമായ രീതിയിൽ പൈപ്പ് പൊട്ടി ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴാകുന്നതായി നാട്ടുകാർ പറയുന്നു. പഴയ പൈപ്പ് മാറ്റി പുതിയ ഗുണമേന്മയുള്ള പൈപ്പ് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പുതുതായി നിർമ്മിച്ച പാലത്തിനോട് ചേർന്നാണ് ഈ കാണുന്ന പൈപ്പ് നിരന്തരം കംപ്ലൈൻറ്റ് ചെയ്തിട്ടും വന്ന് ഒട്ടിച്ച് പോവുക എന്നല്ലാണ്ട് ഇതിനെക്കുറിച്ച് യാതൊരു ദീർഘവീക്ഷണം നടത്താനാണ് ഈ പണി ചെയ്യുന്നത്. വെള്ളം നല്ല ഫോഴ്സിൽ വരുമ്പോൾ ഈ പൈപ്പ് ഇവിടെ പൊട്ടുകയും വെയിൽ കൊണ്ടിട്ട് നല്ല രീതിയിൽ അത് ഉണ്ട് നിൽക്കുകയും പൈപ്പ് പ്രഷറിൽ വെള്ളം വരുമ്പോൾ പൊട്ടുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗത്തേക്ക് പോകണ മെയിൻ കുടിവെള്ളത്തിൻ്റെ പൈപ്പാണത്. ഇവിടെ നിന്ന് കിഴക്കോട്ട് പോകുമ്പോൾ കണ്ടമാനം വീടുകളിൽ ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇത് എന്നും കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ അവർ വന്ന് ഒട്ടിച്ച് പോകുന്നല്ലാണ്ട് ഇതിന് ശാശ്വത ഒരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല പൈപ്പ്, നല്ല ക്വാളിറ്റി പൈപ്പ് ഇട്ട് നല്ല രീതിയിൽ ഇത് ചെയ്താലാണ് ഇതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ എന്നും നിരന്തരം ഇത് ഒരു മാസത്തിൽ 2-3 തവണ ഇത് ഈ പ്രവണത അനുഭവപ്പെടുകയാണ്. ഇതിൻ്റെ അധികാരികൾ ശക്തമായ രീതിയിൽ ഇടപെട്ട് നല്ലൊരു രീതിയിൽ ഇതിൻ്റെ പൈപ്പ് കാര്യങ്ങൾ ഇട്ട് ചെയ്യണമെന്ന് ഈ നാട്ടുകാരെന്ന രീതിയിലുള്ള ഒരു അഭ്യർത്ഥനയാണ് നടത്തുന്നത്. നീന്തൽ മത്സരങ്ങളുടെ കൃത്യത ഉറപ്പാക്കുന്നതിനുള്ള ടച്ച് ബോർഡ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ സർക്കാർ വാങ്ങുമെന്ന് കായിക വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ്. കേരളത്തിൽ ആദ്യമായി CBSE സംഘടിപ്പിക്കുന്ന സൗത്ത് ഇന്ത്യ സോൺ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ ആൻഡ് സൈനിക് സ്കൂളിൽ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ടച്ച് ബോർഡ് വാങ്ങുന്നതിനുള്ള പണം ബജറ്റിൽ ഉൾപ്പെടുത്തി വർക്കിംഗ് ഗ്രൂപ്പ് തീരുമാനമെടുക്കും. ഈ സൗകര്യം തൃശൂരിലേക്ക് കൊണ്ടുവരും. കായികരംഗത്ത് CBSE സ്കൂളുകളോട് തരംതിരിവ് ഉണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി മത്സരങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്കൂൾ ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പേരപ്പാടൻ അധ്യക്ഷനായി. ജില്ലാ സ്വിമ്മിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് റാഫി ആന്റണി, തൃശൂർ സെൻട്രൽ സഹോദയ പ്രസിഡന്റ് ഡോക്ടർ ബിനു കെ രാജ്, പ്രിൻസിപ്പൽ ഡോക്ടർ PN ഗോപകുമാർ, PC ആന്റണി, അന്ന ഗ്രേസ് രാജു എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭാ സെക്രട്ടറിയുടെ അക്കൗണ്ടിൽ കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മാർച്ച് നടത്തി. വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കുന്നംകുളം നഗരസഭാ സെക്രട്ടറിയുടെ അക്കൗണ്ടിൽ 21,50,000 രൂപ കണ്ടെത്തിയ സാഹചര്യത്തിൽ നഗരസഭാ സെക്രട്ടറി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PI തോമസ് അധ്യക്ഷത വഹിച്ചു. ആർത്താറ്റ് മണ്ഡലം പ്രസിഡന്റ് ഹമീദ്, DCC ജനറൽ സെക്രട്ടറിമാരായ ബിജോയ് ബാബു, CI ഇറ്റി മാത്യു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിബി രാജീവ്, കുന്നംകുളം നഗരസഭാ കൌൺസിലർമാരായ ഷാജി ആലിക്കൽ, റോഷിത് ഒഡാട്ട്, മിനി മോൻസി തുടങ്ങിയവർ പങ്കെടുത്തു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നഴ്സസ് സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഭീമ ഹർജി അയച്ചു. പോസ്റ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിബിൻ പടന്നമാക്കൽ ഭീമ ഹർജി പോസ്റ്റ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി PA പോൾ, ട്രഷറർ ജോജി മാളിയേക്കൽ, ജോയിന്റ് സെക്രട്ടറി ജെസി വർഗീസ്, അംഗങ്ങളായ വിൻസെന്റ് കുണ്ടുകുളങ്ങര, ലാലി ജോസ്, ജിംസൺ കുരുതുകുളങ്ങര എന്നിവർ സംസാരിച്ചു. മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ജയന്റെ 87ാം ജന്മദിനം വേറിട്ട രീതിയിൽ ആചരിച്ച് മിമിക്രി കലാകാരൻ തൃശൂർ അഷ്റഫ് ജയൻ. ചേർപ്പ് തായംകുളങ്ങരയിൽ നടന്ന ചടങ്ങിൽ കേക്ക് മുറിച്ചും മധുര പലഹാര വിതരണം ചെയ്തും ജന്മദിനം ആഘോഷിച്ചു. തുടർന്ന് ഓപ്പറേഷൻ തൂഫാന്റെ സന്ദേശം ഉൾക്കൊണ്ട് ബോധവൽക്കരണ ക്ലാസും നടത്തി. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികളിൽ പ്രതിഷേധിച്ച് നടത്തറ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. നടത്തറ കണ്ണാറ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും ജലനിധിയുടെ പൈപ്പിന് മുകളിലൂടെയുള്ള കാന നിർമ്മാണത്തിനെതിരെയും ഉദ്ഘാടനം കഴിഞ്ഞിട്ടും തുറക്കാൻ സാധിക്കാത്ത അംഗൻവാടി നിർമ്മാണത്തിനെതിരെയുമായിരുന്നു പ്രതിഷേധം. DCC ജനറൽ സെക്രട്ടറി TM രാജീവ് ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ES അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് KN വിജയകുമാർ, DCC സെക്രട്ടറി ML ബേബി, ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജിത് ചാക്കോ, ബ്ലോക്ക് മെമ്പർ ബിന്ദു കാട്ടുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു.
ആ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തുള്ള 1000-ലധികം വാട്ടർ അതോറിറ്റി കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള കുടുംബങ്ങളുടെ സ്ഥാപനങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 150-ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ദാറുൽ മുസ്തഫ അൽ ഹിന്ദ് സംഘടിപ്പിക്കുന്ന മിലാദുൽ മുസ്തഫ പ്രകീർത്തന സമ്മേളനത്തിന് വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു. സ്വാഗത സംഘ രൂപീകരണ യോഗം ദാറുൽ മുസ്തഫ മുദറിസ് അബ്ദുൽ ലത്തീഫ് അസ്ഹനി ഉദ്ഘാടനം ചെയ്തു. ഹാഫുൽ സാദിഖ് അലി അൽ ഫാലി അധ്യക്ഷത വഹിച്ചു. കിഴിപ്പുള്ളിക്കര ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. MLA ഗീതാ ഗോപി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ KH സാജൻ, വാർഡ് മെമ്പർ സജിത സുനിൽകുമാർ, പ്രിൻസിപ്പൽ സുഗന്ധി VR, HM ഇൻചാർജ് ബിന്ദു, PTA വൈസ് പ്രസിഡന്റ് KS ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. അത് ഇപ്പോ ഈ ഒരു 1-2 വർഷത്തിൽ തൃശൂർ അതിരൂപത സീനിയർ CLCയുടെ നേതൃത്വത്തിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള അനുസ്മരണത്തോടനുബന്ധിച്ച് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് രക്തബാങ്കിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. CLC സംസ്ഥാന പ്രൊമോട്ടർ ഫാദർ ഫ്രെജോ വാഴപ്പള്ളി രക്തദാനം നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്തു. അതിരൂപത പ്രസിഡന്റ് ഡെന്നിസ് പല്ലിശ്ശേരി, കൺവീനർ പ്രിൻസ് മേനാശ്ശേരി, ജനറൽ സെക്രട്ടറി ജെയ്സൺ AJ, എക്സിക്യൂട്ടീവ് അംഗം വത്സ യോഹന്നാൻ എന്നിവർ നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,285, പവന് 1,06,280. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് പിന്നാലെയാണ് രാജി. കൊറിയർ വഴി വിദ്യാർത്ഥികൾക്ക് മാരക ലഹരി വസ്തുക്കൾ അയക്കുന്ന സംഘം പോലീസ് പിടിയിൽ. നെടുപുഴ സ്വദേശി വിഷ്ണു, അസം സ്വദേശി പ്രജ്വൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ സുരക്ഷാ ക്യാമറകൾ കണ്ണടച്ചു. മേഖലയിലെ കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ കണ്ടെത്തുന്നത് പോലീസിന് വെല്ലുവിളിയായി മാറി. വെടിക്കെട്ട് നടത്തിപ്പ് ചട്ടങ്ങൾ കർശനമാക്കണമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ. സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചാൽ ഉത്സവ കമ്മിറ്റികൾക്കെതിരെയും നടപടി വേണമെന്ന് കമ്മീഷണർ ഹൈക്കോടതിയിൽ. സംസ്ഥാന പോലീസിൽ വൻ അഴിച്ചുപണി. സംസ്ഥാനത്തെ 161 DYSPമാരെ സ്ഥലം മാറ്റി. തൃശൂർ സിറ്റി ACPയായി TR രാജേഷ് ചുമതലയേൽക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.